എല്ലാവർക്കും നമസ്കാരം. ജാം ജംഗ്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരു കർട്ടസി പറയാണ്. നമ്മൾ ഇതിൽ ആരെയും വെളുപ്പിക്കാൻ നിൽക്കുന്നില്ല, ആവശ്യം നമുക്കില്ലല്ലോ, ആരെയും വെള്ളം പൂശൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ചില സംശയങ്ങൾ അത് നമ്മളൊരു വീഡിയോയിലൂടെ ചോദിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ 3 മാസത്തിനടക്ക് 2 നറുക്കെടുപ്പ് വിവാദങ്ങളാണ് കേരളത്തിലുള്ളത് അല്ലെ. നറുക്കെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയമപരമല്ലാത്ത നറുക്കെടുപ്പ്, അങ്ങനെയാണ് പറയേണ്ടത്. സുതാര്യതയില്ലാത്ത സുതാര്യമാണ് എന്ന് പറയപ്പെടുമ്പോഴും സുതാര്യത ഇല്ല എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു നറുക്കെടുപ്പ്. ഒന്ന്, പാണ്ടിക്കാട് കുഞ്ഞാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നറുക്കെടുപ്പും അതിനോടനുബന്ധിച്ച് നടന്നുള്ള വിഷയങ്ങളും പൊതുസമൂഹം ഒരുപാട് ചർച്ച ചെയ്തുള്ള വിഷയമാണ്. രണ്ടാമത്തെ വിഷയം ഖാദർ കരിപ്പൊടിയും മൊയ്നൂസ് വ്ലോഗും അടങ്ങുന്ന സമൂഹത്തില് സ്വീകാര്യരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നടത്തിയിട്ടുള്ള ഒരു നറുക്കെടുപ്പ്. ഇത് 2 നറുക്കെടുപ്പ് നടത്തുമ്പോഴും ഇത് നിയമവിരുദ്ധമാണെന്നുള്ള കാര്യം അവർക്കറിയാം. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇത് നിയമവിരുദ്ധമായിട്ടുള്ള നറുക്കെടുപ്പാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിത് ചെയ്യുന്നത്. നറുക്കെടുപ്പ് നിയമവിരുദ്ധമാണ്. അതായത് കൂപ്പണാണെങ്കിലും ഇത്തരത്തിലുള്ള നറുക്കെടുപ്പ് നമ്മുടെ നാട്ടില് എഴുത്ത് ലോട്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നറുക്കെടുപ്പ്, അത് അത് നിയമവിരുദ്ധമാണ്. അതിന് സമാനമാണിത്. അപ്പോ ഈ ഒരു നറുക്കെടുപ്പ് GST കൊടുത്തു എന്ന് ഇവർ പറയുന്നുണ്ട്. GST കൊടുത്തതിന്റെ രേഖകളും കാര്യങ്ങളൊന്നും ഇവർ കാണിക്കണില്ല. അപ്പൊ ഏതായാലും ഖാദർ കരിപ്പൊടിയുടെയും അതുപോലെ തന്നെ മൊയ്നൂസ് വ്ലോഗ് നടത്തിയിട്ടുള്ള ഇസ്മായിലിന്റെ ചികിത്സാർത്ഥം വന്നിട്ടുള്ള കടബാധ്യത തീർക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നറുക്കെടുപ്പ്, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അതിലിപ്പോ നമ്മൾ ആരെ ഭാഗം പറഞ്ഞില്ല. കാരണം ഒരു വിവാദം വന്നപ്പോ മൊത്തം ഇൻഫ്ലുവൻസർമാരൊക്കെ ആരോഗ്യത്തിനായിട്ടുള്ള കുഞ്ഞാൻക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ ഇന്നും അവിടെ നിൽക്കുകയാണ്. നമ്മളും ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ, എതിർത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിന്റെ ഇപ്പൊ കുഞ്ഞാനിയുടെ സംസാരിക്കും, കുഞ്ഞാൻ പറയുന്ന ഉമ്മയാണ് സത്യം, ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല, കൈയുടെ ഹോളിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് മരണപ്പെട്ട എൻ്റെ ഉമ്മയാണ് സത്യം, എനിക്ക് അതിലൊരു പങ്കുമില്ല, എനിക്ക് ആ വീഡിയോ ചെയ്തതിനുള്ള ആ പൈസ മാത്രമേ കിട്ടുമെന്നാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഖാദർ കരിപ്പൊടിയും അതുപോലെ തന്നെ ഈ മൊയ്നൂസ് വ്ലോഗൊക്കെ സുതാര്യമെന്ന് അവകാശപ്പെടുന്ന ഈ ഇസ്മായിലിന്റെ കടങ്ങളുള്ള വ്യക്തിയാണല്ലോ ഇസ്മായിൽ. അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടാനും അദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലേ, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ നറുക്കെടുപ്പിനെതിരെ ഉയർന്നു വന്ന ആരോപണത്തിൽ മറുപടി പറയാതെ ഇവർക്കെതിരെ മറുപടി പറയാതെ നമുക്ക് എന്താ തോന്നുക? അതായത് ഇത് ഈ ഒരു മറുപടി പറയാതിരിക്കുന്നിടത്തോളം കാലം ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് നമുക്ക് തോന്നും. പൊതുസമൂഹത്തിന് അങ്ങനെ വിശ്വസിക്കുന്നത് തെറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ മൊയ്നൂസ് വ്ലോഗും ഖാദർ കരിപ്പൊടിയും ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട വ്യക്തി, അതായത് പരക്കെ ആരോപണങ്ങൾ ഇല്ല എങ്കിലും ഒറ്റപ്പെട്ട ആളുകളിൽ നിന്ന് ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇതിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്താണ് ചെയ്യേണ്ടത്? അതിനൊരു കൃത്യത വരുത്തേണ്ട ആരാണ്? മൊയ്നൂസ് വ്ലോഗും കമ്മിറ്റിക്കാരാണ്. അതിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. നമ്മൾ ആ ഫസ്റ്റത്തെ വീഡിയോ കാണുമ്പോഴൊക്കെ ഇതിൽ സുതാര്യമായിരിക്കും, ഇതിലൊരു തട്ടിപ്പ് ഉണ്ടാവില്ല, തട്ടിപ്പ് നടന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്നൊക്കെയാണ് പല ആളുകൾ പേര് പറഞ്ഞില്ലേ, പല ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ് ഇതൊക്കെ. പിന്നീട് ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടെന്നും GST തട്ടിപ്പാണെന്നും അതുപോലെ തന്നെ ഇവര് ഇപ്പോൾ എത്രയാണ് ഇസ്മായിലിന്റെ കട ഉണ്ടായിരുന്നത്? ഇസ്മായിലിന് കോടിക്കണക്കിന് രൂപയുടെ കടയുണ്ട്, 1.5 കോടി 2 കോടിയുടെ അടുത്ത് കട ഉണ്ടെന്ന് പറയണോ. ഈ ഒരു ടിക്കറ്റ്, അതായത് ഈ ഒരു ടിക്കറ്റ് എത്ര രൂപ? 1000 രൂപയുടെ ഒരു ടിക്കറ്റ്, 25,000 ടിക്കറ്റ് അല്ലെ, 25,000 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപ അല്ലെ. അവന് കടം വരുന്നത് ഏകദേശം 1.5 കോടി രൂപയുടെ അടുത്ത് കടം വരുന്നു എന്ന് പറയുന്നു. അതായത് ഇതിന്റെ ഒരു പ്രശ്നം നടക്കണമെന്ന് മൻസൂറ. അതെ, ഇസ്മായിലിന്റെ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നത്. സ്വന്തം വീടും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളെല്ലാം ഇതുപോലെ നറുക്കെടുപ്പിന് വെച്ചിട്ട് ഇവരൊരു ഈ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. 1000 രൂപ വെച്ചിട്ട് അല്ല, വീടുണ്ട്, കാറുണ്ട്, അതുപോലെ തന്നെ ബൈക്ക്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഞാൻ അതിനെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അറിയുന്ന വിവരങ്ങളാണ്. അപ്പൊ ഇസ്മായിലിന്റെ കടബാധ്യത തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2.5 കോടി ഇസ്മായിലിന്റെ കടബാധ്യത തീർക്കാനുള്ള എമൗണ്ട് ഇവർക്ക് പിരിഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്മായിലിന്റെ വീട് ലഭിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീക്ക് 60 ലക്ഷം സ്ത്രീക്ക് 60 ലക്ഷം കൊടുത്തിട്ട് ഇസ്മായിലിന്റെ വീട് വാങ്ങാണ് ചെയ്തുള്ളത്. അപ്പൊ ഇസ്മായിലിന്റെ കടബാധ്യതക്ക് വേണ്ടിയിട്ടുള്ള തുക ഇവരെങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇനി ഇവര് കള്ളം പറയാണോ? ഈ 25,000 ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പച്ച കള്ളമാണോ? ഇനി അതല്ല, ഇസ്മായിലിന്റെ കടം എന്ന് പറയുന്നതിന് ഒരു പച്ച കള്ളാണെന്ന് സാമാന്യ യുക്തിയുള്ള മനുഷ്യന്മാർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറ്റം പറയാൻ പറ്റും. അതല്ല, ഇപ്പൊ ഇവര് ഈ ഖാദർ കരിപ്പൊടി ആണെങ്കിലും ശരി, മൊയ്നൂസ് വ്ലോഗ് ആണെങ്കിലും ഒക്കെ സാമ്പത്തികമായ നേട്ടമില്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യിക്കുന്ന രേഖകൾ വലിയ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? ആരോപണത്തിന് 1-2 വീഡിയോസ് വരെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും വ്യക്തത ഇല്ലാത്ത വീഡിയോസ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഈ
പിന്നെ മൊയ്നൂസ് വ്ലോഗ് ആയാലും ശരി, ഖാദർ കരിപ്പുടി ആയാലും ശരി, മാസങ്ങളാണ് ഇസ്മായിലിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നടന്നിട്ടുള്ളത്. ഒരുപാട്, അതായത് എനിക്ക് തോന്നുന്നു ഖാദർ കരിപ്പുടി സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ മൊയ്നൂസ് വ്ലോഗ് എന്ന് പറഞ്ഞാല് ആളുകൾക്ക് അറിയുന്ന അപ്പൊ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള വീഡിയോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ 3-4 മാസം ഖാദർ കരിപ്പുടി ഇതിന് ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭം ഇല്ലാതെ, എന്തെങ്കിലും ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭം ഇല്ലാണ്ട് ഇതിന്റെ പിന്നാലെ നടക്കുമോ? സാമ്പത്തിക ലാഭം എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മളിപ്പോ ഇൻഫ്ലുവൻസർമാരാണെങ്കിലും ശരി, പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ഇതിൽ പ്രൊമോഷൻ ആണല്ലോ. അതെ, വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത്ര ക്യാഷ് നിങ്ങൾക്ക് വേണം. ഇപ്പോൾ 25,000 വാങ്ങുന്ന ആളുകളുണ്ട്, 50,000 വാങ്ങുന്ന ആളുകളുണ്ട്, 16,000 വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു നറുക്കെടുക്കുന്ന വീഡിയോ ആണെങ്കിലും ശരി, ഇത് പബ്ലിസിറ്റി അവർക്ക് സാമ്പത്തികമായി അങ്ങനെ നേട്ടം ഉണ്ടാവും. അല്ലാതെ ഇതിൽ നിന്നൊരു നേട്ടം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതിൽ നിന്ന് ഒരു വീഡിയോക്ക് ഇപ്പോൾ കുഞ്ഞാ വ്യക്തമായി പറയുന്നുണ്ട്, അവനക്ക് ആ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ പ്രൊമോഷൻ വീഡിയോക്കുള്ള പൈസ വാങ്ങും. ആ പ്രൊമോഷൻ വീഡിയോ ചെയ്തതിന് പൈസ വാങ്ങി എന്നുള്ളതാണ് നമ്മുടെ ആരോപണം. അതായത് പൊതുസമൂഹം ആരോപിക്കുന്നത്. പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഖാദർ കരിപ്പുടി, മൊയ്നൂസ് വ്ലോഗ്, ഞങ്ങൾ ഇതിലൊന്നും സാമ്പത്തികമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല. അപ്പൊ എന്തിനാണ് പിന്നെ ഇവരെ ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇവർക്ക് ആ കിക്കുന്ന സംഘടന പുറത്താക്കി. അത് ഭയങ്കരമായിട്ട് ഇവർ അവിടെ പബ്ലിസിറ്റി ചെയ്ത് പോസ്റ്റ് ഇട്ട് ഈ മോയിൻസ് വ്ലോഗിനും ഖാദർ കരിപ്പുടിനെയും ഒഴിവാക്കിന്നുള്ളത് നമ്മളെപ്പോഴാണ് അറിയണത്? ആളുകൾ പറയുന്ന സമയത്താണ് നമ്മൾ അറിയണത്. പക്ഷെ ഇവരിത് പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇവർക്ക് ഇതെന്തോ മറക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിൽ പിന്നെ പേരെടുത്ത് തന്നെ പറയാം, സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ്. പാണ്ടിക്കാട് കുഞ്ഞാന്റെ വിഷയം വരുന്ന സമയത്ത് സായി കൃഷ്ണ 20-25 മിനിറ്റിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഭയങ്കര ഉപദേശമായിരുന്നു, നൂക്കൽ ഉപദേശം ഒരുമിച്ച് വേണ്ടെന്നൊക്കെ പറയുന്ന സാധനം. അതെ, ഭയങ്കര ഉപദേശം. പാണ്ടിക്കാട് കുഞ്ഞാൻ അത് നിയമവിരുദ്ധമാണെന്ന് അറിയാം, ഞാൻ അവനെ വിളിച്ചു, എന്നിട്ട് അവനത് കേട്ടില്ല, അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ നടപടി എടുക്കുകയാണ്, പാണ്ടിക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വീഡിയോ. എന്നാൽ ഖാദർ കരിപ്പുടിയും മൊയ്നൂസ് വ്ലോഗും, ഖാദർ കരിപ്പുടി കിക്ക് എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റാണ്, മൊയ്നൂസ് വ്ലോഗ് കിക്ക് എന്ന് പറയുന്ന സംഘടനയുടെ ട്രഷററാണ്. ഇവർ രണ്ടുപേരും ഈ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ ഇവരെ താൽക്കാലികമായിട്ട് സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളത് നമ്മൾ അറിയണപ്പോഴാണ്, ആളുകൾ പറയുന്ന, ആളുകൾ സംസാരിക്കുമ്പോഴാണ്. അതെ, ഇവരിത് പബ്ലിക്കിൽ ഇട്ടിട്ടില്ല, ഹൈഡേണ്ട ആവശ്യമില്ല, ഇവരിത് ഹൈഡ് ചെയ്യാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സായി കൃഷ്ണ, അതായത് സായി കൃഷ്ണയും ഈ പറയുന്ന പോലെ തന്നെ നമ്മളെ ഈ മറ്റേ ഇവനെ പോലെ, അതായത് ഖാദർ കരിപ്പുടിനെ പോലെ സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന മനുഷ്യനാണ്, എന്തുകൊണ്ടാണ് ഖാദർ കരിപ്പുടിയുടെ ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ഇടാത്തത്? ഇവർക്ക് ഇത് എന്തൊക്കെയോ ഒരു കോക്കസ് ആയിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ കിക്ക് എന്ന് പറയുന്ന സംഘടന ആരുടെയൊക്കെയോ പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കടലാസ് സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ആളുകൾ സംശയിച്ചു പോകണം. അന്നേരം ഞാൻ നറുക്കെട് കൊണ്ടപ്പോഴേ ഖാദർ കരിപ്പുടി ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കലി ചെയ്തിട്ടുണ്ട്, നല്ല നല്ല വീഡിയോസ് പല വിഷയത്തിലും. അപ്പോൾ ഇത്തരത്തിലൊരു കമ്മിറ്റി, ഒരു ക്രോറ ഗ്രൂപ്പിൽ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ വിശ്വാസമായിരുന്നു. തട്ടിപ്പ് നടക്കില്ല, കാരണം ലൈവാണ്. ഇസ്മായിലിൻ്റെ അതുപോലെ തന്നെ ഹൈദറുണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്, വലിയ വീഡിയോ ആണ്. ഒരു ആരോപണം വന്ന് അതിന്റെ പ്രത്യാഘാതങ്ങൾ കെട്ടടങ്ങും മുമ്പ് മറ്റൊരു വിവാദങ്ങൾ ഇവർക്ക് അത് സാമ്പത്തിക നേട്ടമുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ആരോപണങ്ങളാണുള്ളത്, ആരോപണങ്ങൾ മാത്രം. പക്ഷെ ആരോപണങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് വരുന്നത്. അത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്. അത് എങ്ങനെയാണ് ബോധ്യപ്പെടുത്തല്? കേസ് കൊടുത്താലാണോ? അതല്ല മൊത്തം എത്ര ടിക്കറ്റ് വിറ്റ്? കേസ് ഓൾറെഡി ഉണ്ട്. നോയൽ ജോർജ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരാൾ കേസ് കൊടുത്തിട്ട് ആ കേസും കാര്യങ്ങളൊക്കെ നടന്നു. അല്ല, ഇപ്പൊ എത്ര ടിക്കറ്റ് വിറ്റ്, എത്ര പൈസ വന്നു, നിങ്ങൾക്ക് എത്ര ലാഭമുള്ള, GST തട്ടിപ്പുണ്ടോ, ഇതൊക്കെ ആര് പുറത്തു? അത് ആര് പുറത്തു വിടണം? ഇസ്മായിൽ പുറത്തു വിടണം. കാരണം ഇസ്മായിലാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡർ. ഇസ്മായിലാണല്ലോ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡർ. ആരാണ് ഇത് പൈസ കളക്ട് ചെയ്തിട്ടുള്ള ആൾ? ഇസ്മായിലാണ്. അപ്പൊ ഇസ്മായിൽ പറയണം, ഇത്ര ടിക്കറ്റാണ് ഞങ്ങൾക്ക് വിറ്റുപോയത്, ഇത്രയാണ് ഞങ്ങൾക്ക് മൊത്തം എക്സ്പെൻസ്. അതായത് എക്സ്പെൻസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും, ടിക്കറ്റ് എടുക്കല്, അല്ലെങ്കിൽ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സ്പെൻസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി തുക എത്ര, അതിൽ എന്റെ കടബാധ്യത എത്ര, അതിൽ നിന്ന് ബാലൻസ് വരുന്നത്. ഇവർ എന്തുകൊണ്ടാണ് ശ്രീനോട് പറഞ്ഞ 60 ലക്ഷം തരാം, ഒരു കോടിന്റെ വീടിന് 1.5 കോടിന്റെ വീടിന് 60 ലക്ഷം എന്ന് പറയുമ്പോ ബാക്കി പൈസ അതാണ്, അവിടെയാണ് ചോദ്യം വരുന്നത്. ഇതിൽ എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഇസ്മായിൽ എന്ന് പറയുന്ന പുള്ളി തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വീട് കിട്ടിയിട്ടുള്ള സ്ത്രീയുടെ ഒരു ഓഡിയോ ഓർത്തു വന്നിട്ടുണ്ട്. അവര് പറയുന്നുണ്ട്, ഇസ്മായിൽ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതിന് നിങ്ങൾ വിചാരിച്ച പൈസ ഒന്നും കിട്ടൂല കേട്ടോ, ഇതിനൊരു 60 ലക്ഷമൊക്കെ കിട്ടി എന്നാണ് ഇസ്മായിൽ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ 60 ലക്ഷം വാങ്ങിയെന്നുള്ള ആ സ്ത്രീയെ കോടികൾ ബാധ്യതയുള്ള ഇസ്മായിലിന്റെ കടങ്ങൾ നിങ്ങൾ തീർത്തിട്ടുണ്ടോ? അതിനൊരു വ്യക്തത ഇല്ലല്ലോ. ഇസ്മായിലിന് 1.5 കോടി രൂപയുടെ കട, 1.5 കോടി 2 കോടിയുടെ അടുത്ത് കടമുണ്ടെന്നാണ് പറയണത്.
അപ്പൊ ഇനി എന്ന് പറഞ്ഞോ നമുക്ക് പറയാനുള്ളത് ഇത്ര 2 നറുക്കെടുപ്പാണ് വിവാദങ്ങളോട് പോയിട്ടുള്ളത്. ഇനി സോഷ്യൽ മീഡിയയിലുള്ള ഒരു മനുഷ്യനും ഈ തട്ടിപ്പല്ല ഇത്തരത്തിലുള്ള നറുക്കെടുപ്പിന് ആരും പൈസ കൊടുക്കണ്ട എന്നുള്ളത്. എന്തിനാണിത്? അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ സോഷ്യൽ ചാരിറ്റി വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഈ ചാരിറ്റി വീഡിയോസ് ചെയ്യുന്നതിലും സുതാര്യത ഇല്ലാത്ത സാധനങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ അതായത് നമ്മൾ എപ്പോഴും ഒരു സാധനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഉറുപ്പ്യ നമ്മൾ ഏതെങ്കിലും ഒരു സഹായത്തിനായിട്ട് കൊടുക്കുന്ന സമയത്ത് അത് ജെനുവിൻ ആണോ എന്ന് വിശ്വാസ്യതയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ആർക്കാണ്? നമ്മളാണ് പൈസ കൊടുക്കുന്നത്. നമ്മളെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന പണത്തിന് ആരും ചോദ്യം ചെയ്യില്ല. ഇല്ല, നാട്ടുകാരെ കളക്ട് ചെയ്ത പണം അതൊരു കളക്റ്റീവ് ഫണ്ടാവും. അത് ചോദ്യങ്ങൾ ചോദിക്കും, ആൻസർ പറയാൻ ബാധ്യസ്ഥരാണ്. ആരാണ് ബാധ്യസ്ഥര്? ഇത് നടത്തുന്ന ആളുകളാണ്. ഇപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ആ ഒരു നറുക്കെടുപ്പും ഇത് രണ്ടും ആരോപണങ്ങളാണ്. വ്യക്തമായിട്ടുള്ള ഒരു ഫൈനൽ ആൻസർ വന്നിട്ടില്ല അല്ലേ? പൈസ കൊടുത്ത ആൾ ഇഷ്ടംപോലെ 25,000 ആളുകൾ 25,000 ആളുകൾക്ക് ഒരു ബോധിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും ബോധിപ്പിക്കണം. നമ്മളൊക്കെ കാഴ്ച മാത്രമാണ്. ഞാൻ എന്തായാലും ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ നറുക്കെടുപ്പ് ഞാൻ പൈസ കൊടുത്ത് താല്പര്യമില്ല. പക്ഷെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മളെ റൂമിലുള്ള ബന്ധപ്പെട്ട ആളുകൾ ഇവിടുന്ന് ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ബാധ്യതമായിട്ട് ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ വരുമ്പോഴും ആളുകൾ ഇവരെ ഹെൽപ്പ് ചെയ്യില്ല. ജനങ്ങൾ എന്തിനാണ് ഒരു 1000 രൂപ കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ കടത്തിലേക്ക് പൈസ പോയിക്കോട്ടെ ആ വ്യക്തിയെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ. അതാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു നറുക്കെടുപ്പുമായിട്ട് വന്ന ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതായത് സോഷ്യലി ഭയങ്കര ക്രെഡിബിൾ ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു ക്രെഡിബിലിറ്റിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ സാധനങ്ങൾ നടക്കുന്നത്. ഈ മോയിൻക്ക് ആണെങ്കിലൊക്കെ എത്രയോ വീഡിയോ ചെയ്താണ്. കാതർ കരിപ്പൊടി ആണെങ്കിലൊക്കെ ഇഷ്ടംപോലെ വീട് നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കെതിരെ ആരോപണങ്ങൾ പറയും. ഇവരെ സൈലന്റ് ആയി നിൽക്കുമ്പോൾ നമുക്ക് അതിൽ അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണ് കിടക്കുന്നത്. ഇവരുടെ സൈലൻസ്, ഇവരുടെ നിശബ്ദത, ഇവരുടെ മൗനം അത് ശരിക്കും ആളുകളെ കൂടുതൽ സംശയത്തിന്റെ മുൾമുനയിലേക്ക് കൊണ്ടുവരികയാണെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇതില് ആരുടെയെങ്കിലും പക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചേർന്ന് നിൽക്കാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇത് കുഞ്ഞാനോട് പൈസ ചോദിച്ചിരിക്കണമെന്ന് പറഞ്ഞല്ലോ പലരും. എനിക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന പല പേജിന്റെ അഡ്മിന്മാരും പല ഇൻഫ്ലുവൻസർമാരും പൈസ തന്നാല് നിനക്കൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്. അത് ഇന്നലെ ലൈവില് കുഞ്ഞാനും പറയുന്നത് കേട്ടു. അതിന്റെ ആധികാരികമായിട്ട് പറയുന്നത് കുഞ്ഞാനാണ് അതിന്റെ ബാധ്യസ്ഥൻ, നമ്മളല്ല. കാരണം ഇങ്ങനെ ലൈവിൽ പറയുന്ന സമയത്ത് കുഞ്ഞാന്റെ കയ്യിൽ ആധികാരികമായിട്ടൊരു രേഖ വേണം. ഇങ്ങനെ ഒരാളിനോട് പൈസ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ അരക്കെട്ട് ഉറപ്പിക്കാൻ കുഞ്ഞാന്റെ കയ്യിലൊരു തെളിവാണ്. ആ മുമ്പ് ചാരിറ്റിക്കാർക്കെതിരെയാണ് ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങൾ സുതാര്യതമാണെന്ന് പറയുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കെതിരാണ് ഇത്തരത്തിലുള്ള ഈ നറുക്കെടുപ്പ് വീഡിയോ വരുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കണം. അല്ലെങ്കിൽ സർക്കാർ ഇതിനൊരു ഇത് കൊണ്ടുവരണം. സർക്കാർ ഇതിനൊരു ചട്ടക്കൂട് ഒരു നിയമത്തിന്റെ ഉള്ളിൽ പറ്റണം അല്ലെ? ഇത് ആർക്കെതിരെ ആർക്ക് വേണ്ടിയിട്ട് പണം കളക്ട് ചെയ്യുക, എന്നിട്ട് കോടികൾ പിരിച്ചതിന് ശേഷം വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ, ഒരു ഉത്തരം ഇല്ലാതെ നടക്കുമ്പോൾ ജനങ്ങൾ കബളിക്കപ്പെടില്ലേ? അതായത് ജനങ്ങൾ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇന്നലെ ഞാൻ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞുള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ കണ്ടു. അതായത് പണ്ട് ഫിറോസ് കുന്നംപറമ്പിലും അതുപോലെ തന്നെ ഈ ചാരിറ്റി പ്രവർത്തകർ നടത്തിയിട്ടുള്ള വീഡിയോസ് അത് കട്ട് ചെയ്തെടുത്തിട്ട് വേറെ സോഷ്യൽ മീഡിയ പേജുകൾ, ഇൻസ്റ്റാഗ്രാം പേജുകൾ സ്കാനർ ചെയ്ത് മുമ്പേ ഉണ്ട്. ഈ ഗൂഗിൾ പേ ഒക്കെ വന്ന ഡിജിറ്റൽ ട്രാൻസ്ഫർ നടന്നു വന്ന അന്ന് മുതലേ ഉത്തരേന്ത്യക്കാരും പലരും ഉണ്ട്. അതെ, ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഒരു സാധനം സോഷ്യൽ മീഡിയ ഇത്രമേൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ തട്ടിപ്പ് ഏത് വഴിയിലൂടെയാണ് നടക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് നടക്കുന്നത്. തട്ടിപ്പുകൾ പലവിധം, അത് പല രീതിയിലാണ്, അല്ലെങ്കിൽ പല വ്യക്തികളിലൂടെയാണ്, അല്ലെങ്കിൽ പല സോഴ്സിലൂടെയാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പാണ്ടിക്കാട് കുഞ്ഞാനെയോ അല്ലെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞാനോട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയില്ല. കാദർ കരിപ്പൊടിനോടും അതുപോലെ തന്നെ മൊയ്നൂസ് വ്ലോഗിനോടും ഒരു വൈരാഗ്യമില്ല. ഞങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ ഉയർന്നു വരുന്ന സംശയങ്ങൾക്ക് ആ സംശയങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നു. കുറെ ദിവസം അത് കാണുന്നില്ലേ? ഒരുപാട് ഇതിങ്ങനെ കാണുന്ന വീഡിയോകൾ പലരും തെളിഞ്ഞും ഒളിഞ്ഞും പല പ്ലാറ്റ്ഫോമിൽ, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ടിക്ടോക്കിൽ കാണുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാദർ കരിപ്പൊടി മോയിൻസ് ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു ജനങ്ങളെ ഒരുപാട് കാര്യം കണ്ടതാണല്ലോ, ഒരു പ്രസ് ക്ലബ് വിളിച്ചിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇസ്മായിലിനെയും ആ സ്ത്രീനെയും ആർക്കാണ് പൈസ അടച്ചത് മൊത്തം നിങ്ങൾ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് സംസാരിക്കുക ഏറ്റവും നല്ലത്. എന്നാൽ നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്രെഡിബിലിറ്റി സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ ഇനി ഒരു മനുഷ്യരെയും സോഷ്യൽ മീഡിയ സഹായിക്കില്ല, ഒരിക്കലും ഇല്ല. അതായത് ഇനിയിപ്പോ ആരെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള ഒരു കേസുമായിട്ട് വരുന്ന സമയത്ത് പോലും ആളുകൾ 2 വട്ടം ചിന്തിക്കും, ഇത് ശരിയാണോ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോവോ, ഹക്കായിട്ടുള്ള രീതിയിലേക്ക് ആ പൈസ ചെലവാക്കപ്പെടുവോ എന്നൊക്കെ ആളുകൾ ചിന്തിച്ചിട്ടേ ഇനി ചെയ്യുള്ളൂ. എന്നാൽ പോലും തട്ടിപ്പിന് ഇരവാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. കാദർ കരിപ്പൊടിയും അതുപോലെ തന്നെ മൊയ്നൂസ് വ്ലോഗും അടങ്ങുന്ന ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതിപാദിക്കപ്പെടുന്ന ആളുകൾ ഇതിനൊരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരുത്താത്തിടത്തോളം കാലം
ഇതൊരു വലിയ ചോദ്യം ചെയ്തുകൊണ്ടേ ഇതിങ്ങനെ ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. പറയാനുണ്ടോ? അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ഇതിന് ആർക്കെങ്കിലും ഇതിനെ കാതർകരിപ്പിലോ അല്ലെങ്കിൽ ആരെങ്കിലും മറുപടി പറയുന്നുണ്ടെങ്കിൽ മറുപടി പറയാം. അപ്പോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.